നമസ്കാരം. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് സംയുക്തമായി ഇറാൻ എന്ന രാജ്യത്തെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇതുവരേക്കും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല എന്നത് വലിയൊരു വാർത്താ വിഷയമാണ്. ഈ യുദ്ധം എവിടുന്ന് ആരംഭിച്ചു എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പാലസ്തീനിൽ നിന്നും ഹമാസ് തീവ്രവാദികൾ ഒരു ദിവസം ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെയുള്ള നിരപരാധികളായ 1500ഓളം മനുഷ്യരെ കൊന്നൊടുക്കി. അന്നു മുതലാണ് ഇസ്രായേൽ ഈ യുദ്ധം ആരംഭിച്ചത്. പാലസ്തീൻ ഹമാസ് തീവ്രവാദികളെ കൊന്നൊടുക്കുകയും പാലസ്തീനെ പരിപൂർണമായും ഇല്ലാതാക്കുകയും ചെയ്തു. ഈ ഹമാസ് തീവ്രവാദികൾക്ക് സപ്പോർട്ടും എല്ലാവിധ സഹായവും ചെയ്യുന്നത് ഇറാനാണ്. അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഇസ്രായേലിനെ ബാധിക്കുമെന്നതിനാൽ ആ ശത്രു രാജ്യത്തെയും ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇതേ പ്രശ്നമാണ് നമ്മളും അഭിമുഖീകരിക്കുന്നത്. പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തെ തുർക്കിയും ചൈനയും സപ്പോർട്ട് ചെയ്ത് നമുക്കെതിരെ യുദ്ധത്തിന് വരുന്നു. നമ്മൾ പരമാവധി ക്ഷമയോടുകൂടെ തിരിച്ചടിക്കാതെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ അറിയാനിട്ടല്ല, നിമിഷ നേരം കൊണ്ട് പാകിസ്ഥാനെ ചുട്ടരിക്കാനും കഴിയും. പക്ഷേ നിരപരാധികളായ ഒരുപാട് ജനങ്ങൾ കൊല്ലപ്പെടും. തിരിച്ചും ഒരാക്രമണം ഉണ്ടായാൽ നമുക്ക് ഭാവിയിൽ ഇന്ത്യയിൽ വളരുന്ന കുട്ടികളടക്കം വരുന്ന തലമുറയ്ക്ക് നാം കരുതി വെക്കുന്നത് ദയനീയമായ ഒരു ഇന്ത്യയായിരിക്കും. അതുകൊണ്ട് ഏത് വിഷയത്തിനും പക്വതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ അതിൽ കയറി എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല. കാരണം നാളെ പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രം ഇന്ത്യയെ ആക്രമിച്ചാൽ ഇന്ത്യക്കും ഇതേ നിലപാട് തുടരേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി, അമേരിക്കയും ഇന്ത്യയും യുദ്ധം അടുത്ത കാലത്തായി നല്ല ചർച്ചയിലല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് 10 ദിവസം സമയമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ തീരെ ഒരു പുല്ല് പോലും വില വെക്കാതെ അതങ്ങ് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ വന്ന് തിരിച്ചു പോയ ഇറാൻ നേവി കപ്പലിനെ അമേരിക്ക ആക്രമിച്ച് തകർത്ത് ഒരുപാട് നാവികരെ കൊന്നു. പെടുന്നതിനെ ഇറാൻ വിഷയത്തിൽ ഇതുവരെ മിണ്ടാതിരുന്ന ഇന്ത്യ പെട്ടെന്ന് തന്നെ ഖമേനി വധത്തിൽ അനുശോചനം അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തു. ഇത് ഇന്ത്യക്ക് അമേരിക്കയോടുള്ള എതിർപ്പ് പ്രകടമാക്കുന്നു. ഖമേനി വധത്തിൽ ആ രാജ്യത്തെ ജനങ്ങളെപ്പോലെ തന്നെ ഇന്ത്യക്കും വലിയ വിഷമമുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റിനും ഇന്ത്യക്കാർക്കും ഒന്നടങ്കം വിഷമമുണ്ടെങ്കിലും നമുക്കിതിൽ പരോക്ഷമായി ഇടപെടാൻ പറ്റില്ല. കാരണം ഒരു തീവ്രവാദ ആക്രമണത്തിനെ ചെറുത്തുകൊണ്ടാണ് ഈ യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യ ഏത് കാര്യത്തിലും ഇടപെടുമ്പോൾ വളരെ പക്വമായ തീരുമാനത്തോടെ ഇടപെടാൻ പാടുള്ളൂ. കാരണം ഇന്ത്യ ഒരു വൻ ശക്തിയാണ്. നമ്മൾ ഒരുപാട് വളർന്നു, ഇനിയും വളരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭാവി ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ നേതാക്കന്മാരെടുക്കുന്ന പക്വമായ തീരുമാനമാണ് നമ്മുടെ തലമുറയെ നാളെ ഇന്ത്യയെ നിലനിർത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് മറ്റ് രാജ്യങ്ങളെ പോലെ യുദ്ധം ചെയ്ത് നശിക്കാതെ ഈ രാജ്യം എന്നേക്ക് ഏത് കാലത്തേക്കും മഹത്വമായി നിലനിർത്തേണ്ടത് ഇവിടെ വരുന്ന ഓരോ ഭരണാധികാരിയുടെയും ഉത്തരവാദിത്തമാണ്.